മക്കളെ, നമ്മളെ 20 ഡേയ്സ് ചലഞ്ചിലെ 14ാമത്തെ ദിവസമാണിന്ന്. ഇത് നമ്മൾ 14ാമത്തെ ക്ലാസ് ആണ് ഇടുന്നത്. ഇതിലെല്ലാ അക്ഷരങ്ങളും, അതായത് ചിഹ്നം ചേർത്തിട്ട് ഒരക്ഷരത്തിലേക്ക് തന്നെ എല്ലാ ചിഹ്നവും ചേർക്കുക. എല്ലാ അക്ഷരങ്ങളിലും ചിഹ്നം ചേർക്കുക. അപ്പം എങ്ങനെയാണ് എല്ലാ ചിഹ്നങ്ങളും ചേർത്തിട്ട് നമ്മൾ വായിക്കേണ്ടത് എന്നാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. ഓക്കെ, ഈ ചിഹ്നങ്ങൾ ഫുള്ള് ഓരോ അക്ഷരത്തിനും കൊടുത്തിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ച് അതുപോലെ തന്നെ എഴുതി പഠിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിഹ്നങ്ങൾ ശരിക്കും പഠിച്ചു എന്നാണ് അർത്ഥം. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഹിന്ദി പഠിച്ചു, അക്ഷരം പഠിച്ചു, ചിഹ്നം പഠിച്ചു, സുഖമായി നമുക്ക് സിമ്പിളായിട്ട് വായിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് നോക്കാം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ ആ എന്ന ചിഹ്നമാണ് അല്ലേ, ഈ അതുപോലെ തന്നെ ഈ ചിഹ്നങ്ങൾ മാത്രം താഴെ കൊടുത്തത് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതുവരെ ഇട്ട ക്ലാസ്സിൽ ഫുള്ള് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കണ്ടോ, ഇതാണ് ചിഹ്നങ്ങൾ, ഫുള്ള് ചിഹ്നങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊക്കെ ഓരോ അക്ഷരത്തിന് കൊടുത്താൽ ക എന്ന അക്ഷരത്തിനാണ് നമ്മൾ ആ എന്ന ചിഹ്നം ചേർത്തത്. കണ്ടോ, കാ. പിന്നെ ഈ എന്ന ചിഹ്നം, ഈ ചിഹ്നം കണ്ടോ, കാക്കി കൊടുത്തു, കി. പിന്നെ അതുപോലെ തന്നെ കീ, പിന്നെ കു, കൂ, കാക്കി എ ചിഹ്നം കൊടുത്തു, പിന്നെ കാക്കി ഐ ചിഹ്നം കൊടുത്തു. കാക്കി എ ചിഹ്നം കൊടുത്താൽ വായിക്കുന്നത് എന്താണ്? കെ. അപ്പൊ ഈ ഒരു വര മാത്രമുള്ളത് ഏത് ചിഹ്നമാണ്? എ എന്ന ചിഹ്നം. ഏതാണ്? എ എന്ന ചിഹ്നം. അപ്പൊ അത് ഏതൊരക്ഷരത്തിന്റെ കൂടെയും എ എന്ന് ചേർത്ത് പറയാം. ക ആണെങ്കിൽ ക പ്ലസ് എ, കെ, കെ. ഓക്കെ, പിന്നെ അത് ഐ എന്ന ചിഹ്നമാണ്, ഐ. അപ്പൊ ക എന്ന ചിഹ്നത്തിനോട് ക എന്ന അക്ഷരത്തിനോട് കൂടി ഐ എന്ന ചിഹ്നം ചേർത്തു. ക പ്ലസ് ഐ, കൈ. ഇനി ഇത് കോ എന്ന ചിഹ്നമാണ്, ഓ എന്ന ചിഹ്നം. കോ എന്ന് പറയുന്നത് ക എന്ന അക്ഷരത്തിന് കൂടെ ചേരുമ്പോഴാണ് അല്ലെ കോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചിഹ്നമാണ്? ഓ, ഓ, ഓ എന്ന ചിഹ്നമാണ്. നമ്മൾ എങ്ങനെയാ മലയാളത്തിൽ ഓ എന്ന് എഴുതുക? ഓ. ഇവിടെ ഒരു അക്ഷരം ഉണ്ടെങ്കിൽ മലയാളത്തിൽ എങ്ങനെ നമ്മൾ കോ എന്ന് എഴുതുക? കോ എന്നെങ്ങനെ എഴുതുക? ഇവിടെ ക എന്ന് എഴുതും, പിന്നെ ഇവിടെ അങ്ങനെ ദീർഘം കൊടുക്കൂലേ. അപ്പൊ ഇതാണ് അതിന്റെ ചിഹ്നം. നമ്മളിവിടെ ഏതക്ഷരമാണ് ഓടുന്നത് അത് വെച്ചിട്ടാണ് അത് വായിക്കുക. ഇവിടെ മായാണ് എഴുതുന്നതെങ്കിൽ മോ. ഓക്കെ, ഇവിടെ രായാണ് എഴുതുന്നതെങ്കിൽ രോ. നടുക്ക് നമ്മൾ ഏതക്ഷരമാണോ എഴുതി കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. രോ, ഓ, ഓ, ഓ എന്ന എല്ലാ അക്ഷരം നമ്മൾ എഴുതുന്ന അക്ഷരത്തിന്റെ കൂടെ ഓ എന്ന് ചേർത്ത് പറയുക. നമ്മളിവിടെ ക എന്ന അക്ഷരമാണ് എഴുതിയത്, അതിന്റെ കൂടെ ഓ ചേർത്തു, കോ. ഇനി കൗ, കൗ. ഇവിടെ നിങ്ങളുടെ പ്രത്യേകം പറയാനുള്ള കാരണം എ, ഐ, ഓ, ഔ ഈ ചിഹ്നങ്ങളാണ് കുട്ടികൾക്ക് ഏറെയും തെറ്റ് സംഭവിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് ഈ 4 ബാക്കിയുള്ള അത്ര വലിയ പ്രശ്നം വരില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് കുറച്ച് പ്രയാസം വരുന്നത്. ഇതൊന്ന് ശരിക്കും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഹിന്ദി പഠിക്കാൻ അത്യാവശ്യം കുറച്ച് അർത്ഥങ്ങളും പഠിച്ചാൽ സിമ്പിളായിട്ട് ഹിന്ദി നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഇതെന്താണ്? ഔ എന്ന ചിഹ്നമാണ്. ഔ എന്താണ്? ഔ, ഔ എന്താണ്? ഔ. ഔ എന്ന ചിഹ്നം എങ്ങനെയാ വരുന്നത്? ഒരു വര താഴെയുണ്ട്, മുകളിൽ 2 വരയുണ്ട് അല്ലെ. ഔ, ഔ. അപ്പൊ ഏതൊരക്ഷരത്തിന്റെ കൂടെ എന്ത് ചേർക്കണം? ഔ എന്ന് ചേർത്ത് പറയണം. അപ്പൊ ഇവിടെ കായാണ്, കായുടെ കൂടെ ചേർക്കണം ഔ. ക പ്ലസ് ഔ, കൗ. ക പ്ലസ് ഔ, കൗ. കം, കം എന്നത് അതിന്റെ മുകളിൽ എന്താണ്? ഒരു ഡോട്ടാണ് അല്ലെ. അത് അവിടെ കണ്ട ഒരു ഡോട്ട് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആം. അതുപോലെ തന്നെ ആ. ഇത് രണ്ടും നമുക്ക് അറിയാവുന്നതാണ്. ഇത് ആർക്കും മാറിപ്പോവാത്ത 2 കാര്യങ്ങളാണ് അല്ലെ. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നോക്കേണ്ടത്. എ, ഐ, ഓ, ഔ എന്നത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങോട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ബാക്കി താഴോട്ട് തന്നിരിക്കുന്നത് ഗ, 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 ക, ഖ, ഗ, ഗ അല്ലെ. ഇത് ഫുള്ള് ഇവിടെ തന്നിട്ടുണ്ട്. ആ അക്ഷരത്തിന് എല്ലാത്തിനും നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ചിഹ്നങ്ങളും ചേർത്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സുഖമായിട്ട് വായിക്കാൻ പറ്റും. ഫസ്റ്റത്തെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഇനി ബാക്കിയുള്ളത് നിങ്ങളിങ്ങനെ വായിച്ചു നോക്കുക. കാരണം ഞാനിതിങ്ങനെ തന്നെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കതൊരു ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് നിങ്ങളോട് സ്വയം വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഗ, ഗി, ഗി, ഗു, ഗു, ഗെ, ഗൈ, ഗോ, ഗൗ, ഗം, ഗ അങ്ങനെയാണ് വരുന്നത്.
ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചാ ചാ ഝൻ ഝൻ ഞ അല്ലെ, രണ്ടാമത്തെയാണ്. ഇത് ഫസ്റ്റാണ് കാക്ക കങ്കങ്ങ, പിന്നെ ചാ ചാ ഝൻ ഝൻ ഞ. ചാക്കും അതുപോലെ തന്നെ എന്താണ്, ചായയുടെ കൂടെ എല്ലാ ചിഹ്നങ്ങളും കൊടുത്തിരിക്കുകയാണ്. ചാ പ്ലസ് ആ ചാ, ചാ പ്ലസ് ഇ ചി, ചാ പ്ലസ് ഈ ചി, ചാ പ്ലസ് ഉ ചു, ചാ പ്ലസ് ഊ. കണ്ടോ അവിടെ ചാ പ്ലസ് ഊ എന്നാണ് ചൂ. ചാ പ്ലസ് എ, എ ചിഹ്നമാണ് ഒരു വര. കണ്ടോ ഒരക്ഷരത്തിന്റെ മുകളിൽ ഒരു വര. എ ഛേ, രണ്ട് വര ചൈ. ഇതോ ചോ ചോ ചോ, ചൗ ചൗ ചൗ, ചം ച. ബാക്കി അതുപോലെ തന്നെ വായിക്കുക. ഓരോ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ കൂടെ ചാ ചാ ചീ ചി ചൂ ചു ഛേ ഛൈ ചോ ചൗ ചം ച. ഓക്കെ. പിന്നെ ജായാണ് ജ ജ ജി ജി ജു ജു ജെ ജൈ ജോ ജോ ജം ജ. അങ്ങനെയാണ് വരുന്നത്. ഓരോ അക്ഷരത്തിനും ചേർത്തിട്ട് വായിക്കുക. പിന്നെ ടായാണ്, ടാക്കും അതുപോലെ ചേർത്തിട്ട് വായിക്കുക. ഇനി അടുത്തത് ണ. ണ കണ്ട, ഇത് ഏതാണ്? ണ എന്ന അക്ഷരമാണ്. ണ എന്ന അക്ഷരത്തിൽ നമ്മൾ ഇതുപോലെ ചിഹ്നങ്ങൾ ചേർക്കുന്നു. ണ പ്ലസ് ആ ണ, ണ പ്ലസ് ഇ ണി, ണ പ്ലസ് ഈ ണി, ണ പ്ലസ് ഉ നു അല്ലേ. ണ പ്ലസ് ഉ ആണ് നു. അതുപോലെ തന്നെ ണ പ്ലസ് ഊ, അപ്പോൾ നൂ. പിന്നെ ണെ, നൈ, നോ, നൗ, നം, ന. നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണോ ഓരോ അക്ഷരങ്ങളും ആ ഈ ഉ ഊ അങ്ങനെ ചേർത്തിട്ട് എഴുതി പഠിച്ചിട്ടില്ലേ? പ എഴുതിയാൽ പ, പ എന്ന അക്ഷരം എഴുതി പാക്ക് ഇങ്ങനെ ദീർഘം കൊടുത്ത പാ, പ എന്നെഴുതി വള്ളിട്ടു പി അല്ലേ. പിന്നെ പൂ, അങ്ങനെയൊക്കെ ഓരോ ചിഹ്നങ്ങളും ചേരുമ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും നമ്മളിങ്ങനെ ഓരോ അക്ഷരങ്ങൾ, ഹിന്ദി അക്ഷരങ്ങൾ ഈ ഉ അതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ താ ഥ ദന്തെന്ന ആയി. പിന്നെ പാ ഫ ബം ബമ്മയാണ് അല്ലേ. ഇത് പാ ഫ ബം ബമ്മ. അതിനും അതുപോലെ തന്നെ എന്താണ്, ആ ഇ ഈ ഉ ഊ എ ഐ ഓ ഔ അം ആ. കണ്ട എല്ലാ ചിഹ്നങ്ങളും ഇതിൻ്റെ കൂടെ അങ്ങനെ ചേർത്ത് എഴുതിയത് കണ്ടില്ലേ? അക്ഷരത്തിനോടൊപ്പം ചേർത്തിരിക്കുന്നു. അപ്പോൾ പായ ചേർത്തിട്ട് എല്ലാ ചിഹ്നങ്ങളും കൂട്ടിയിട്ട് പറയാം. ഓക്കെ. പിന്നീട് രാ ല വ ഷ ഷ സ ഹ ക്ഷ ത്ര ജ്ഞ. ഇത്രയാണ് നമ്മൾ അക്ഷരങ്ങൾ ഉള്ളത്. യാ രാ ല വ സിമ്പിളാണ് അല്ലേ. രാ രാ രീ രി രു രു അങ്ങനെ വരും. ല, ഇത് ലായാണ്. ഇത് ഏതാണ് അക്ഷരം? ല എന്ന അക്ഷരമാണ്. ല എന്ന അക്ഷരത്തിന് അതുപോലെ തന്നെ എല്ലാ ചിഹ്നങ്ങളും ചേർക്കുമ്പോൾ ലാൻ്റെ കൂടെ കൂട്ടിയിട്ട് വായിക്കുക. ലാ ലി ലി അങ്ങനെ 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 ഓരോ ചിഹ്നങ്ങളും ചേർത്തിട്ട് വായിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഇത് വാ എന്ന അക്ഷരമാണ്. വാ എന്ന അക്ഷരം, വാ എന്ന അക്ഷരത്തിന് അതുപോലെ ചിഹ്നങ്ങൾ ചേർത്തിരിക്കുന്നു. പിന്നീട് ഷ എന്ന, ഈ ഷ എന്ന അക്ഷരമാണ് ചെറിയ മക്കൾക്ക്, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഷ എന്ന അക്ഷരം ഒരു പ്രശ്നമാണ്. എന്താ അറിയോ? ഈ ഷ എന്ന അക്ഷരം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ അങ്ങനെ ഒരു ചെറിയ മുറുക്കം അങ്ങനെ ഇട്ടിട്ടാണ് ഈ അക്ഷരം എഴുതി തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ എഴുതി അത് രാ എന്നാണ് വായിക്കുക. വെറുതെ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് എഴുതിയതാ അതാ അവിടെ കണ്ടോ, ഇത് രാ എന്നാണ് വായിക്കുക. ഇതുപോലെ ഷ ഒരിക്കലും എഴുതരുത്. ഷ എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ അടുത്ത് തന്നെ എന്താണ്, ഒരു വര കണ്ടോ. ഇത് ഷ എന്ന അക്ഷരത്തിനുള്ള വരയാണ്. ഷ എന്ന അക്ഷരം പൂർണ്ണമാകണമെങ്കിൽ എന്താണ്, ഈ വര താഴോട്ടേക്കുള്ള ഈ വര ഉണ്ടല്ലോ സൈഡിലുള്ള അരികിൽ തന്നെയുള്ള ഈ വര, അത് വേണം, നിർബന്ധമാണ്. അപ്പോഴാണ് ഷ എന്ന അക്ഷരം ആവുകയുള്ളൂ. ഇത് മാത്രം എഴുതി വെച്ചാൽ ഷ എന്ന അക്ഷരം ആവുന്നില്ല, പൂർണ്ണമാകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഷ എന്ന അക്ഷരം പൂർണ്ണമാകണമെങ്കിൽ അതിനിവിടെ അങ്ങനെയുള്ള വര നിർബന്ധമായിട്ടും ഇടണം. അപ്പം നിങ്ങളത് വിചാരിക്കും അത് ദീർഘചിഹ്നമല്ലേ എന്ന് വിചാരിക്കും. അല്ല, അത് ദീർഘചിഹ്നമല്ല, അത് ഈ അക്ഷരത്തിനുള്ളതാണ്. ദീർഘചിഹ്നം വേണമെങ്കിൽ ഇവിടെ അടുത്തൊന്നും കൂടെ ഇട്ടാലാണ് ദീർഘചിഹ്നമാവുക. ഓക്കെ. അപ്പം അത് ഷ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വരയും കൂടെ വന്നാലേ ഷ എന്നാവുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു വരയും കൂടെ ഉണ്ടെങ്കിലാണ് അതിനെ ഷ എന്ന് വായിക്കുന്നത്. എന്താ കണ്ടോ, ഷ. ഇപ്പം ക്ലിയർ ആയില്ലേ? ഷ ഈ വര ഇവിടെ ഇതിനുള്ളതാണ്. പൊതുവേ നമ്മൾ ഈ അക്ഷരത്തിന് കൊടുക്കുന്ന വരയാണത്. അത് കൂടാതെ എക്സ്ട്രാ അടുത്ത് തന്നെ വരച്ചിരിക്കുന്നത് കണ്ടോ, അതാണ് ചിഹ്നം, ആ എന്ന ചിഹ്നം. പിന്നെ ഈ ചിഹ്നം എഴുതുമ്പോൾ എപ്പോഴും ഈ വര അവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെയാണ് ഗ എന്ന അക്ഷരം. അതുപോലെ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന അക്ഷരമാണ് ഇത് ഗ. ഗ എന്ന അക്ഷരത്തിന് എന്താണ്, ഇവിടെ സ്ഥിരമായിട്ട് അതിനൊരു വരയുണ്ട്. ഗ എന്ന അക്ഷരത്തിന് നമ്മൾ ഗ എന്ന അക്ഷരം എഴുതുമ്പോൾ തന്നെ
ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് അതിനൊരു വരയുള്ളതാണ്. നിങ്ങൾ പഠിച്ചതല്ലേ ക ഖ ഗ അതിങ്ങനെ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ അരികിൽ തന്നെ അങ്ങനെ ഒന്ന് വരയ്ക്കും. അതാണ് എന്ത് ഗ. പിന്നെ അതിൻ്റെ കൂടെ ഒരു വരയും കൂടെ കൊടുത്താലാണ് അത് ഗ എന്ന് വായിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ ഷ എന്നതും അതുപോലെ തന്നെ ഗ എന്ന അക്ഷരത്തിനാണ് അക്ഷരത്തിൽ തന്നെ പൊതുവെ ആദ്യമേ ഒരു വരയുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. മാറിപ്പോവാൻ ചാൻസ് ഉള്ള അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ ബ ഇത് ബ ഇതാണ് ബ. ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ മാത്രമാണ് ബാക്കി വരയ്ക്കുന്നത്. ഭരണി എന്ന് എഴുതുന്ന ബ അവിടെ മാത്രമേ അതിന് വരയ്ക്കുള്ളൂ. മ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതിയിട്ട് നേരെ വരയ്ക്കും, ഫുള്ളായിട്ട് വരയ്ക്കും മാക്കി. പിന്നെ അതുപോലെ തന്നെ മ എന്ന് എഴുതുമ്പോൾ ഇതുപോലെ അങ്ങനെ കുനിച്ചിട്ട് എടുക്കൂല. താഴെ നിങ്ങനെ അതിപ്പോൾ ഇങ്ങനെ കുനിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ എടുക്കൂല. അത് ബ എന്ന അക്ഷരത്തിന് മാത്രമേ എടുക്കുള്ളൂ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം. നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണിത്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും മാറിപ്പോകുന്ന ഒരു അക്ഷരമാണ് ഇതെന്താണ് മക്കളെ? ഓ തിരിച്ചിട്ട പോലത്തെ ച. മലയാളത്തിൽ ഓ നമ്മൾ എങ്ങനെ എഴുതുക? മലയാളത്തിൽ നമ്മൾ ഓ എന്ന് ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഈ ഓ എന്ന മലയാളത്തിലെ അക്ഷരത്തിനോട് ഒരുപാട് സാമ്യമുള്ള ഒരു അക്ഷരമാണിത് അല്ലേ ഹിന്ദിയില്. ഇതാണ് ഛ. ഛ ഏതാണിത്? ഛ. അച്ഛൻ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഛ, ഇങ്ങനത്തെ ഛ അതാണിത്. ഈ അക്ഷരവും അതുപോലെ തന്നെ ഇതുപോലെ മുറുക്കുള്ള മറ്റൊരക്ഷരമുണ്ട് ദ. ധനം ദ. ദ ഇങ്ങനെ ഈ ദ. മനസ്സിലായോ? ഇത് രണ്ടും പല കുട്ടികൾക്കും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. ഓക്കെ. ഇങ്ങനെയാണ് ച എഴുതേണ്ടതും. ദ എഴുതുമ്പോൾ ആദ്യം തന്നെ ദ ഇങ്ങനെ മുറുക്കട്ടിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ആണ് ഇടുക. ഇങ്ങനെ മുറുക്കടും. ഇങ്ങനെയാണ് ദ എന്ന് എഴുതുക. ഇങ്ങനത്തെ ദ, ധനം ദ. ഓക്കെ. ഇത് രണ്ടും മാറാതെ നോക്കുക. അതുപോലെ തന്നെ ബായും മായും മാറാതെ നോക്കുക. പിന്നെ അതുപോലെ ഷ എന്ന അക്ഷരം എഴുതുമ്പോഴും ഇങ്ങനെ മാത്രം ഇടാതിരിക്കുക. അങ്ങനെ മാത്രം ഇട്ട ര എന്നാണ് വായിക്കുന്നത്. ഷ എന്ന അക്ഷരത്തിന് പൊതുവെ സ്ഥിരമായിട്ട് അതിനൊരു വരയുണ്ട്. അത് ആ അക്ഷരത്തിനുള്ള വരയാണ്. അത് അതിന് തന്നെ കൊടുക്കുക. ഷ എന്ന് എഴുതണമെങ്കിൽ അതിൻ്റെ അടുത്തൊരു വരയും കൂടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഗ എന്ന അക്ഷരത്തിനും ആ അക്ഷരത്തിന് തന്നെ സ്ഥിരമായിട്ട് ഇവിടെ അങ്ങനെ ഒരു വരയുള്ളതാണ്. അപ്പോഴേ ഗ എന്ന അക്ഷരം ആവുകയുള്ളൂ. അതിൻ്റെ അരികിലായിട്ട് ഒരു വരയും കൂടെ നമ്മൾ കൊടുത്താലാണ് അതിനെന്ത് വായിക്കുന്നത്? ഗ എന്ന് വായിക്കുന്നത്. ഓക്കെ. ഇനി ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചിഹ്നങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന കാര്യം പറഞ്ഞു. സ, സി, സി, സു, സു, സേ. സേ ആണത്. സ മുകളിലൊരു വര സേ. സ ദാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സോ. സോ ഇത് ഓ ചിഹ്നമാണ്. ഓ ചിഹ്നം. ഇത് ഔ ചിഹ്നമാണ്. അപ്പൊ സൗ അല്ലേ, ഇത് ഔ എന്ന ചിഹ്നമാണ്. ഇപ്പൊ റെഡിയാലോ ചിഹ്നങ്ങളൊക്കെ? അപ്പൊ നമുക്ക് ചിഹ്നങ്ങളൊന്നും കൂടെ ഇവിടെ വരച്ചു നോക്കാം. ഇത് ഏത് ചിഹ്നമാണ് ഒന്ന് പറയൂ മക്കളെ. ഇത് ഏത് ചിഹ്നമാണ്? ഏതാണ്? അതെ, ആ എന്നതിൻ്റെ ചിഹ്നം. ആരൊക്കെയോ പറഞ്ഞു അല്ലേ? ഇതെന്താണ്? ഇത് ആ എന്നതിൻ്റെ ചിഹ്നമാണ്. വെരി ഗുഡ്. ആരൊക്കെയോ പറയുന്നുണ്ട് ഇത് ആ എന്ന ചിഹ്നമാണെന്ന്. അപ്പൊ ഞാൻ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ പറയണം കേട്ടോ. ഇനി ഇത് ഏത് ചിഹ്നമാണ്? പറഞ്ഞോളൂ. ഇത് ഏത് ചിഹ്നമാണ്? ആ കറക്റ്റാണ്. ഏതാണ്? ഈ എന്ന ചിഹ്നം അല്ലേ? ഇത് ഈ എന്ന ചിഹ്നമാണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഏതാണ്? ഈ എന്ന ചിഹ്നം. ഓക്കെ. ഈ എന്ന ചിഹ്നമാണിത്. ഇത് അക്ഷരത്തിന്റെ അടിയിൽ ഇതിട്ട് കഴിഞ്ഞാല് ഏതക്ഷരമാണോ അതിനോട് കൂടി ഈ എന്ന് ചേർത്തിട്ട് പറയുക. ഇതേതാണ് ചിഹ്നം? ഈ എന്ന ചിഹ്നമാണ്. ഇനി ഞാൻ ഇതിന് നേരെ വരുന്നതല്ലാതെ ഒന്ന് തെറ്റിച്ച് ചോദിക്കാം. കാരണം ഓർഡർ ആയിട്ടാവുമ്പോൾ നിങ്ങൾ വേഗം പറയും ആ ഈ ഇനി അടുത്തത് ഊ ആണ്, പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അക്ഷരത്തിന്റെ അരികിലായിട്ട് സൈഡിലായിട്ടൊരു വര, മുകളിലൊരു വര. ഇതേതാണ് ചിഹ്നം? ഇതേതാണ് ചിഹ്നം? ഇവിടെ ഒരു അക്ഷരം എഴുതി കൊടുത്തു നോക്കൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. ഏതാണിത്? അതെ, ഓ. ഓ ഓ അല്ലേ? അപ്പം ഇതെന്താ വായിക്കുന്നത്? കോ. കോ. ഇത് ഓ എന്ന ചിഹ്നമാണ്. ഓ എന്ന ചിഹ്നമാണ്. അപ്പം ഇതെന്താണ്? ഇത് ആ ശരിയാണ്, ഔ എന്ന ചിഹ്നം. ഏതാണ്? ഔ എന്ന ചിഹ്നമാണിത്. ഔ എന്ന ചിഹ്നം.
ഇനി അക്ഷരത്തിന് മുകളിലായി ഒരൊറ്റ വര മാത്രം, ഒരു വര മാത്രം. ഇവിടെ ഒരു അക്ഷരം നമുക്ക് പ എന്ന അക്ഷരം എഴുതി കൊടുക്കാം. പ എന്ന അക്ഷരത്തിന് മുകളിലായിട്ടൊരു വര. ഇത് ഏതിന്റെ ചിഹ്നമാണ്? ഈ ഒരൊറ്റ വര എന്തിന്റെ ചിഹ്നമാണ്? അതെ, ഏ ചിഹ്നം. അപ്പൊ ഇതെന്താ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? ആ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശരിയാണ്. അവിടെ ഞാൻ എഴുതുമ്പോൾ കുറച്ച് തെറ്റിപ്പോയി. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. ചിഹ്നം ആയതുകൊണ്ട് എങ്ങനെ എഴുതി? പിന്നെന്താണ്? പേ. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. ഓരോ അക്ഷരങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ഹിന്ദി പഠിച്ചു. അത്രയും പഠിച്ചാൽ തന്നെ എന്തായി? ഹിന്ദി പഠിച്ചു. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് വായിക്കുക. ദിക്ഷ എന്ന അക്ഷരമാണ് കേട്ടോ. ദിക്ഷ, ത്ര, ജ്ഞ. ഇവിടെ മുതൽ ഒന്നുകൂടെ വായിച്ചരാ. രാ, ല, വ, യാ, രാ, ല, വ തുടങ്ങണം. യാന്ന് ഇവിടെ ഉണ്ടോ? യാ ഇവിടെ ഉണ്ട്. രാ, ല, വ, ശ, ഷ. ഇത് ഏത് ഷായാണെന്നറിയോ? ഇത് ഇങ്ങനെ എഴുതുന്ന ഷായാണിത്. ഇതാണ് ഈശ. ഷ എന്ന് പറയുന്നത്. മലയാളത്തിലല്ലേ ഷ രണ്ടെണ്ണം? ഒന്നതാ ഈ ഷായാണ്. ഓക്കെ. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ പാനോട് സാമ്യമുള്ള അക്ഷരമാണ് ഇതില്ലേ. നമ്മളിവിടെ സാമ്യമുള്ള അക്ഷരങ്ങൾ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പായോട് സാമ്യമുള്ള അക്ഷരമാണ് ഈ ഷാ എന്ന് പറയുന്നത്. പാ നമ്മൾ എഴുതി ഇങ്ങനെ എഴുതി, ഷാ അങ്ങനെ എഴുതും. പാ തന്നെ എഴുതും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വരയാണ്ട് കൊടുക്കും. അതാണ് ഷാ. മനസ്സിലായില്ല? ഇനി ഇത് സ, 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 ഹ, ഹ, ക്ഷ, ക്ഷ. കായും ഷായും കൂടെ കൂടിയത്. കായും ഷായും കൂടെ കൂടിയതാണ്. കാ അങ്ങനെ എഴുതി. ക്ഷ. ത്ര, 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 ക്ഷത്ര. ജ്ഞ, ഝായും ഞായും കൂടെ. ജ്ഞ, ഝ അങ്ങനെ എഴുതൂലേ? ജ്ഞ, ക്ഷത്രജ്ഞ. ഓക്കെ. അപ്പൊ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. സിമ്പിളായിട്ട് പറയാൻ പറ്റിയ കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായനയാണ്. അടുത്ത ക്ലാസ്സിൽ വായന. ഇനി 4 ക്ലാസ് നമുക്ക് എന്താണ്? വായനയാണ്. ഓക്കെ. ഒരു പാരഗ്രാഫ് എടുക്കുക. എന്നിട്ട് നമുക്കതങ്ങനെ വായിച്ച് വായിച്ച് പോവാം. അങ്ങനെ കുറച്ച് ദിവസം 4 ദിവസം വായിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി. ഓക്കെ.